ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്പിൾസ്. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യൽ എന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള അടുത്ത എപ്പിസോഡ്, അതായത് അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നത് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അതായത് തമ്പിലയിൽ എങ്ങനെ വെക്കുക, എൻ്റെ സ്ക്രീൻ എങ്ങനെ വെക്കുക എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കും, എത്ര മനസ്സിലാവാത്തവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ആയിരിക്കും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരും കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഏത് ആപ്പ് വെച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബർ, അതായത് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആർക്ക് എത്ര അറിയാത്തവരാണെന്നുണ്ടെങ്കിലും വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് മസ്റ്റായിട്ടും എല്ലാവരും കണ്ടിരിക്കാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്കിപ്പ് അടിച്ചാൽ കാണാം കേട്ടോ. ഒന്ന് സ്കിപ്പ് അടിച്ചാൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് പോയാൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ വീഡിയോയിൽ അതൊന്ന് സ്കിപ്പ് അടിച്ച് പോയാൽ കേട്ടോ. അപ്പോൾ മാക്സിമം ആരും സ്കിപ്പ് അടിച്ചാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ ഇതാക്കണം ഈ ഇൻഷോട്ട് പറഞ്ഞൊരു ആപ്പിലാണ്. അപ്പോൾ ആപ്പ് തുറന്നാൽ ആദ്യം കാണുന്നത് ഇതുപോലെ ഒരു പേജാണ് കേട്ടോ. ഇതിൽ വീഡിയോസും ഫോട്ടോസും എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോക്കാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷം ഇതുപോലെ ന്യൂ പറഞ്ഞ ഒരു ഓപ്ഷനിൽ പോയി നിൽക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മളെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരും. നമുക്ക് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ എന്ന് വെച്ചാൽ ആ ഒരു എഡിറ്റിങ് ചെയ്യേണ്ട വീഡിയോ എടുക്കാം കേട്ടോ. ഞാനിതാ മക്കളുടെ ഈ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. വീഡിയോ എടുക്കുമ്പോൾ അതാകട്ടെ ഈ ഒരു രീതിയിലേക്കും വരിക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻവാസ് ആണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റീലായി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടിക്ടോക്കിൻ്റെ പോലത്തെ ആ ഒരു ഇതുമ്മ നിൽക്കുക കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേജ് നമുക്ക് വലിപ്പം കുറക്കാനും കൂട്ടാനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷന്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഓഡിയോയിലാണ് നമ്മൾ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാക്കണോ ഈ ഇതിൽ റെക്കോർഡ് എന്ന ആ ഓപ്ഷനിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വോയിസൊക്കെ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നത് പോലെ ഒരു ബട്ടൺ വരും. ആ ബട്ടൺമേ നെക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വോയിസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ വോയിസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ വോയിസൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റോപ്പാക്കി കൊടുക്കട്ടെ. ആ ബട്ടൺമേ തന്നെ സ്റ്റോപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് ഇതാക്കണം ആ ഒരു റൗണ്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺമേ ഞെക്കിയാൽ ഇതുപോലെ റീസ്റ്റോർ ചെയ്ത് കാണാൻ ആദ്യം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാം കേട്ടോ. അല്ല നിങ്ങൾ ലാസ്റ്റ് ഇട്ട ഒരു വോയിസാണ് കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ചെയ്യുന്ന പോലെ ആ ഒരു ഡിലീറ്റ് ബട്ടൺമേ ഞെക്കിയാൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത വോയിസ് ഓവർ അവിടെ ഡിലീറ്റായി പോകും. ഈ രീതിയിൽ വേണ്ട ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു റീസ്റ്റാർട്ടുമേ പോയിക്കാണ്ട് നെക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ മ്യൂസിക്കാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാനുള്ള മ്യൂസിക് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കൽ. ഞാൻ ട്രാവലിൽ വ്യൂസ് പറഞ്ഞാണ്ട് ഒരു മ്യൂസിക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ വ്യൂസ് പറഞ്ഞ മ്യൂസിക്കാണ് ഞാൻ അധികവും പ്ലേ ചെയ്യാറ്. ഇനി നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മൈ മ്യൂസിക് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും കേട്ടോ. അതുമ്മ പോയിക്കാണ്ട് നെക്കി കൊടുത്താൽ മതി. നമ്മൾ ആഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോയിസ് കൂട്ടാനും കുറക്കാനും ഒരു ഓപ്ഷനാണ് കേട്ടത്. മാക്സിമം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതാക്കണം ഇവിടെ കണ്ടില്ലേ, ഈ വോളിയം എന്ന ആ ഒരു ഓപ്ഷനിൽ വേണം കേട്ടത് നെക്കി കൊടുക്കാൻ. എന്നാലാണ് നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് ഒരുപാട് വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ.
അത് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്കുമ്പോൾ പോയിക്കാണ്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റിൽ സ്റ്റിക്കറാണ് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവില്ലേ, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കുറച്ച് സ്റ്റിക്കറൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്റ്റിക്കറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഫോട്ടോസാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, ഗാലറിയിൽ പോയിക്കാണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തുകാണ്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ ഉണ്ടാവുമല്ലോ, അതായത് പ്രൊഫൈൽ ഫോട്ടോ, അത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ എൻഡിങ് ഭാഗം വരെ ആ ഒരു വീഡിയോയിൽ ആ ഫോട്ടോ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് വലിപ്പം കുറക്കാനും കൂട്ടാനും അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് അതുപോലെ സൈഡിലൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ മേലെ ഇതാക്കണ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്, അവിടെ ടച്ച് ചെയ്താൽ ആ ഇൻറ്റു മാർക്കുമ്പോൾ ടച്ച് ചെയ്താൽ അതാണ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഷെയറോ അല്ലെങ്കിൽ ഇതിൽ കണ്ടില്ലേ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഷെയർ, ലൈക്കിൻ്റെ ബട്ടൺ, അങ്ങനെ കുറേ ബട്ടൺസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ സ്റ്റിക്കറായിക്കാണ്ട് ഈ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ഫോട്ടോയിൽ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അതും ഒന്ന് ഇതുപോലെ നീക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നീക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അത് ഡിലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ് കേട്ടോ. അതിൽ ടെക്സ്റ്റിൽ ഞാനിവിടെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒക്കെ നമ്മൾ ഐക്കണൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതാനുള്ള ഓപ്ഷനാണ് കേട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യണം, അതായത് ടെക്സ്റ്റ് ചെയ്ത് കാർഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം കേട്ടോ. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയിൽ എത്ര ഭാഗം വരെ വേണം, വീഡിയോ മുഴുവനായിട്ടും ആ ഒരു സെൻറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു സ്ഥലം നീക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭാഗം വരെ ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നത് അതുപോലെ ആക്കി കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്ററാണ് കേട്ടോ. അതായത് നമ്മളെ വീഡിയോസ് ഒട്ടേറെ ക്ലിയർ ഒന്നുമില്ല, അതുപോലെ കൂടുതൽ കളറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്റർ ഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ അഡ്ജസ്റ്റിൽ വന്നുകാണ് ചെയ്യുക കേട്ടോ. ഞാൻ അഡ്ജസ്റ്റിലാണ് ചെയ്യാറ്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റിൽ ചെയ്യുമ്പോൾ. ബ്രൈറ്റ്നെസ് കൂട്ടാൻ, അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റായി നിൽക്കാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഞാൻ എല്ലാത്തിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം, അതായത് ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വീഡിയോ നമ്മൾ സ്റ്റിക്കർ വെക്കുന്നുണ്ടല്ലോ, അതുപോലെ വീഡിയോ ഏതെങ്കിലും സൈഡിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യാം എന്നാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഫിൽറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാകും ഒരു പിപ്പ് എന്ന് പറഞ്ഞ് കണ്ടിട്ടോ, അത് തന്നെയാണ് അതിൻ്റെ പേരെന്ന് വിചാരിക്കുന്നു. PIP എന്ന് എഴുതിക്കാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ പോയി കണ്ട് നെക്കി കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഇതുപോലെ സൈഡിലൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യേണ്ടവരുണ്ടാവുമല്ലോ, അവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ തന്നെ സൈഡിൽ ഇതുപോലെ വീഡിയോ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാക്കണം ഞാൻ മക്കളെ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. ആ വീഡിയോക്കും അതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, അതുപോലെ ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. സ്പീഡ് നല്ല സ്പീഡില്ലാതെ സ്ലോയിലാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്തും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ. അതും എൻ്റെ സ്ക്രീന് വരെ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എൻ്റെ വരെ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ.
ഇതിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഒരു മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്ലിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനുമ്പോൾ പോയി കണ്ട് നെക്കി കൊടുത്താൽ മതി കേട്ടോ. ആ സ്പ്ലിറ്റുമ്പോൾ നെക്കി കൊടുത്താൽ നമുക്ക് വീഡിയോ സെപ്പറേറ്റഡ് ആവും. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാകും വോളിയം, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മൾ എടുത്ത ആ വീഡിയോൻ്റെ ബാക്കിലുള്ള സൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഈ വോളിയം എന്ന ബട്ടൺ നെക്കി കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ആക്കാവുന്നതാണ്. കണ്ടില്ല, വോളിയം എന്ന ഒരു ഭാഗത്ത് വേണം കേട്ടോ. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറക്കാനുള്ളതാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഭയങ്കര ലോങ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്താൽ വളരെ ഉപകാരമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡിൻ്റെ ഓപ്ഷനുമ്പോൾ നെക്കി കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിക്കും അയക്കാണ്ട് ഒരു മാറ്റാനുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്പിൽ ഏറ്റവും നല്ലത്, മൈക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വോയിസ് കൊടുക്കാൻ വളരെ ഉപകാരമുള്ളൊരു ആപ്പാണ് കേട്ടോ ഇൻഷോട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടണുമ്പോൾ നെക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നെറ്റൊക്കെ തുറന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ വീഡിയോസിന് ചെറിയ പരസ്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ട് വരുമ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവിങ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സേവിങ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിക്കാണ്ട് യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കൊക്കെ ഒക്കെ അപ്ലോഡ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് വേർട്ടി സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഡയറക്റ്റ് ആയിക്കാണ്ട് അങ്ങനെ ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും കൈ തട്ടിക്കാണ്ട് അതൊന്ന് ഡിലീറ്റ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഷോട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ന്യൂവിൻ്റെ താഴെ ഉണ്ടാകും നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ അതുമ്മ പോയി കണ്ട് നെക്കിയാൽ നമ്മൾ എത്ര ഭാഗം വരെയാണ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിക്കാണ്ട് അതിൽ കാണും കേട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് കൈ തട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിതാക്കൊണ്ട് ഈ ഒരു ആപ്പിൽ ചെയ്തതാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വേണം ഈ ഒരു ഇൻഷോട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യൽ മുഴുവനും ഈ ഒരു ആപ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ അതാട്ടോ ഇതുപോലെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ. പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.